1950க்கு முன்பு குடியேறிய மூணாறில் உள்ள தமிழ் மக்களின் ஜாதி சான்றிதழ் கொடுப்பதற்கு மத்திய அரசின் விதிமுறைகளின்படிதான் நடைமுறைகள் உள்ளதாக முதலமைச்சர் பினராயி விஜயன் கூறினார். ஜாதி சான்றிதழ் பிரச்சனையில் சட்டமன்றத்தில் ராஜா எம்எல்ஏவின் கேள்விக்கு பதிலளித்தார் முதலமைச்சர். നടപടികൾ വിരയപ്പെടുത്ത മധ്യ அரசுக்கு അழுത്തം കൊടുക്കപ്പെടും என்றும் முதலமைச்சர் கூறினார். സർ, അതുപോലെ ഔദ്യോഗിക ഭാഷാനയം വ്യക്തമാക്കിക്കൊണ്ട് 1969 തന്നെ ആക്ട് കണക്കിലെടുത്തുകൊണ്ടും കേരളത്തിൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ വിഭാഗങ്ങളുടെ ഭാഷാപരമായും സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ജാതി സർട്ടിഫിക്കറ്റ് നൽകിയതിനുള്ള തടസ്സം മാറ്റുന്നതിന് വേണ്ടിയിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണന്റെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കുകയും കമ്മീഷൻ അദ്ദേഹത്തിന് വെക്കുകയും ചെയ്തു. അദ്ദേഹം റിപ്പോർട്ട് നൽകുകയും ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സർ, ഒരു പൗരന് ഭരണഘടനാ ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. സർ, കേന്ദ്ര സർക്കാരിന് മാത്രമേ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താൻ കഴിയും. കേരളത്തിലേക്ക് കുടിയേറിയ ഒരാൾക്ക് സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നതിനും ആവശ്യമായ ഭേദഗതി നിർദ്ദേശിക്കുന്നതിനുമായി 16/4/2025 ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 26/8/2025 ചേർന്ന ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ യോഗം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.